എല്ലാവർക്കും നമസ്കാരം. എന്റെ ലോകത്തിന്റെ പുതിയ ഒരു എപ്പിസോഡിലേക്ക് സ്വാഗതം. കഴിഞ്ഞ എപ്പിസോഡിൽ കോട്ടയത്ത് സാഹിത്യ പ്രവർത്തക സഹകരണ സംഘത്തിന്റെയും കേരള സർക്കാരിന്റെയും സംയുക്തമായ നേതൃത്വത്തിൽ ആരംഭിക്കുന്ന ഒരു സാഹിത്യ സാംസ്കാരിക മ്യൂസിയത്തിന്റെ നിർമ്മാണ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ബഹുമാനപ്പെട്ട സഹകരണ വകുപ്പ് മന്ത്രി ശ്രീ കടകംപള്ളി സുരേന്ദ്രന്റെ ഒരു പ്രസംഗമാണ് നിങ്ങൾ കേട്ടത്. ഇങ്ങനെയൊരു സാഹിത്യ സാംസ്കാരിക മ്യൂസിയം നമ്മുടെ പൊതുജന മധ്യത്തിൽ അവതരിപ്പിക്കുമ്പോൾ എന്താണ് ഈ സാഹിത്യ സാംസ്കാരിക മ്യൂസിയത്തിൽ ഉണ്ടാവുക, അല്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങളാണ് സമൂഹത്തിന് വേണ്ടി ഈ മ്യൂസിയത്തിൽ ഉണ്ടാവുക എന്നുള്ളത് ഒരു സംശയമായി പലരുടെയും മനസ്സിൽ തോന്നിയേക്കാം. ഈ സംശയങ്ങൾക്കെല്ലാം വളരെ വ്യക്തമായ മറുപടിയുമായി അവിടെ ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു പ്രസംഗം നടന്നു. ഈ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് മന്ത്രിയുടെ പ്രസംഗത്തിന് ശേഷം ഈ പ്രോജക്റ്റ് അവതരിപ്പിച്ചത് ശ്രീമതി മിനി ആന്റണി IAS ആണ്. അവര് സഹകരണ വകുപ്പിന്റെ ഗവൺമെന്റ് സെക്രട്ടറി ആയിട്ട് പ്രവർത്തിക്കുകയാണ്. ഈ പ്രോജക്റ്റ് അവരാണ് അവതരിപ്പിച്ചത്. ഇതിന്റെ പ്രോജക്റ്റ് അവതരണം മാത്രമല്ല, ശരിക്കും ഒരു സാഹിത്യ സാംസ്കാരിക പ്രസംഗം കൂടിയായി അത് മാറി എന്നുള്ളതാണ് ഏറ്റവും സന്തോഷകരവും ആഹ്ലാദകരവുമായ ഒരു കാര്യം. ഈ പ്രസംഗം നമുക്കൊന്ന് കേൾക്കാം. 75 വർഷത്തിനു മുൻപ് പ്രതിഭാശാലികളായ നമ്മുടെ സാഹിത്യരംഗത്തെ പ്രതിഭാധനർ അവർ രൂപീകരിച്ച SPCS എന്ന സമാനതകളില്ലാത്ത പ്രസ്ഥാനത്തിന്റെ സഹകരണ പ്രസ്ഥാനത്തിന്റെ 75ാം വാർഷികത്തോട് അനുബന്ധിച്ച് ചേരുന്ന ഒരു ചടങ്ങായിട്ട് കൂടി ഇതിനെ കാണണം. ഒരുപാട് മേഖലകളിൽ സാംസ്കാരിക രംഗത്ത്, പ്രസാധക രംഗത്ത്, സാക്ഷരതയുടെ മികവില് ഒക്കെ കേരളത്തെ എന്നും മുന്നിൽ നിന്ന് നയിച്ച കോട്ടയം എന്ന് പറയുന്ന അതിപ്രൗഢമായ സാംസ്കാരിക പാരമ്പര്യമുള്ള നാടിന്റെ ആ സാംസ്കാരിക പെരുമകളുടെ ആഘോഷം കൂടിയാണിത്. ഈ തലങ്ങളിൽ നിന്ന് വേണം ഈ ഒരു ഉത്സവത്തെ കാണുവാൻ. ഇറ്റ്സ് എ സെലിബ്രേഷൻ ഓഫ് ട്രഡീഷൻസ്, ഗ്രേറ്റ് ട്രഡീഷൻസ്. കേരളത്തിലെ സാഹിത്യ പ്രവർത്തക സഹകരണ സംഘം ഒരുപക്ഷെ അത് രൂപപ്പെട്ട കാലം നമുക്ക് ആലോചിച്ചു നോക്കുവാൻ പോലും പറ്റാത്തത്രയും പ്രതിസന്ധികൾ, അച്ചടി പോലും ഒരു സാർവദേശിക അല്ലെങ്കിൽ ഒരു ബഹുജന സമ്പ്രദായമായി മാറിയിട്ടില്ലാത്ത ഒരു കാലത്ത് ഇന്ന് നമുക്ക് ആലോചിക്കാൻ പറ്റാത്തത്രയും പ്രതിസന്ധികൾക്ക് നടുവിൽ നിന്നുകൊണ്ടാണ് ഒരു കൂട്ടം സാഹിത്യകാരന്മാർ ധൈര്യപൂർവ്വം ഇങ്ങനെ ഒരു പ്രസ്ഥാനത്തിന് തുടക്കം കുറിച്ചത്. എത്രയോ മഹോന്നതരായ സാഹിത്യകാരന്മാരുടെ കൃതികൾ SPCSന്റെ ആ നിറക്കൂട്ടിൽ നമ്മെ തേടിയെത്തിയിട്ടുണ്ട്, നമ്മുടെ പൂർവികരെ തേടിയെത്തിയിട്ടുണ്ട്. ശബ്ദധാരാവലിയുടെ എഡിഷൻ, അത് ഓരോ പ്രാവശ്യവും കേരളത്തിലെ വിജ്ഞാന ബുദ്ധികൾ ആഹ്ലാദത്തോടെ കാത്തിരുന്നതും അതിനായി ദീർഘയാത്ര ചെയ്ത് കോട്ടയത്ത് വന്ന് അതിന്റെ ഒരു പ്രതി സ്വന്തമാക്കി വലിയൊരു സമ്പത്ത് കൈവശമാക്കി വരുന്നത് പോലെ ആഹ്ലാദപൂർവം എന്റെ അധ്യാപകനായ അച്ഛൻ ഒരു വൈകുന്നേരം വീട്ടിലെത്തിയതും ഞാൻ ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം ഈ മണ്ണിൽ നിൽക്കുമ്പോൾ ആ ഒരു ദൃശ്യം എന്റെ മനസ്സിലുണ്ട്. സാഹിത്യ പ്രവർത്തക സഹകരണ സംഘത്തിന്റെ ആ സമാനതകളില്ലാത്ത വിജയം ആഘോഷിക്കപ്പെട്ടു ഏറെ വർഷം. പ്രതിസന്ധികളിലൂടെ ഈ പ്രസ്ഥാനം കടന്നുപോയപ്പോഴും സർക്കാർ എപ്പോഴും വ്യത്യസ്തമായ ഈ മുന്നേറ്റത്തെ അതുപോലെ തന്നെ കണ്ടുകൊണ്ട് 20,000-ലേറെ സഹകരണ സംഘങ്ങളുള്ള കേരളത്തിൽ അതിവിശിഷ്ടമായ ഒരു സ്ഥാനം ഇതിനെ കൽപ്പിച്ചു നൽകിക്കൊണ്ട് ഇതിനെ സംരക്ഷിക്കുകയും പരിപാലിക്കുകയും കൂടെ നിൽക്കുകയും നയിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും എല്ലാം ചെയ്തു പോന്നു. കൃതി സാഹിത്യ സാംസ്കാരികോത്സവം നാം കണ്ടതാണ്. അടുത്തയിടെ സർക്കാരും സഹകരണ വകുപ്പും SPCSും കൂടി എത്രയോ ആളുകളെ, എത്രയോ പ്രസാധകരെ, എത്രയോ കുഞ്ഞുങ്ങളെ ആകർഷിച്ചുകൊണ്ട് എറണാകുളത്ത് ഒരു മഹോത്സവമായി കൊണ്ടാടുന്നത്. ഈ പശ്ചാത്തലത്തിലാണ് അതിവിശിഷ്ടമായ ഈ പാരമ്പര്യങ്ങളുടെ
ഒരു പ്രൗഢിയിലാണ് നാം ഇന്ന് സാഹിത്യ മ്യൂസിയത്തിന് തറക്കല്ലിടുന്നതും ഒപ്പം അതുപോലെ തന്നെ കോട്ടയത്തിന്റെ സാംസ്കാരിക യാത്രയിൽ അടയാളപ്പെടുത്തപ്പെട്ട പ്രധാന നാഴികക്കല്ലുകളെ ഒരു സാഹിത്യ തീർത്ഥാടകന് പരിചയപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ലെറ്റർ ടൂറിസം പ്രോജക്റ്റ് അതിനോടൊപ്പം ചേർന്ന് ഒരു കോമ്പണന്റ് ആയിട്ട് ആരംഭിക്കുന്നത്. ഈ പ്രോജക്റ്റിന്റെ വിശദാംശങ്ങളിലേക്ക് വളരെയൊന്നും വിശദമാക്കാതെ തന്നെ സൂചനകൾ നൽകി കടന്നു പോകാമെന്നാണ് സമയപരിമിതി കൊണ്ട് ഞാൻ കരുതുന്നത്. ഇതിന്റെ ഒന്നാം ഘട്ടം വരയിൽ നിന്ന് ശ്രേഷ്ഠതയിലേക്ക് എന്നതാണ്. ഒരാളുടെ മനസ്സിൽ ആദ്യമുണ്ടാകുന്ന അറിവെന്ന് പറയുന്നത്, ഓർമ്മ എന്ന് പറയുന്നത്, സ്പർശം എന്ന് പറയുന്നത് അമ്മയാണ്. അമ്മയുടെ വാത്സല്യവും അമ്മയിലൂടെ കിട്ടുന്ന സ്നേഹവും അമ്മയുടെ ജീവരക്തവും പകർന്നു കിട്ടുന്ന നമുക്ക് നമ്മുടെ ആദ്യത്തെ ഓർമ്മ അമ്മയാണ്. ഓർമ്മയുടെ രേഖപ്പെടുത്തലാണ് ലിപി. ലിപികളുടെ ഒരു സമ്പ്രദായം രൂപപ്പെടുത്തപ്പെട്ടത് മനുഷ്യന്റെ വളർച്ചയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നാഴികക്കല്ലായി തന്നെ കണക്കാക്കപ്പെടുന്ന ഒരു ചരിത്ര സംഭവമാണ്. ശിലായുഗത്തിൽ കാടത്തത്തിൽ കഴിഞ്ഞിരുന്ന മനുഷ്യനെ സംസ്കാരത്തിന്റെയും വളർച്ചയുടെയും അരുതായുധം പടവുകളിലൂടെ നയിച്ച് ഇന്നിവിടെ വരെ എത്തിച്ചതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പങ്കുവഹിച്ച ഒന്നാണ് ലിപി സമ്പ്രദായത്തിന്റെ സാർവത്രികമായ ഉപയോഗവും അതിന്റെ കണ്ടെത്തലും. ആ വരയെ കേവലം മനസ്സിൽ തോന്നിയ ഓർമ്മകളെ കോറിയിട്ട വരകൾ അർത്ഥപൂർണമായ വാക്കുകളായി വളരുകയും ആ വാക്കുകളിൽ നിന്ന് ഒരു വികാര പ്രപഞ്ചത്തിന് തന്നെ പ്രകാശനം നൽകുവാൻ മനുഷ്യൻ പ്രാപ്തനാവുകയും ചെയ്ത ആശയവിനിമയത്തിന്റെ അത്യുന്നത തലങ്ങളിൽ നിൽക്കുന്ന വരയിൽ നിന്ന് ശ്രേഷ്ഠതയിലേക്കുള്ള അവന്റെ പ്രയാണത്തെയാണ് ആദ്യഘട്ടത്തില് നാം ദൃശ്യവൽക്കരിക്കാനും ഭാവി തലമുറയ്ക്കായി ഒരു കാഴ്ചയായി ഒരുക്കാനും ശ്രമിക്കുന്നത്. രണ്ടാം ഘട്ടം കവിതയാണ്. ചിട്ടപ്പെടുത്തപ്പെട്ട സ്വരം, അത് സംഗീതം. സംഗീതാത്മകമായി ചിട്ടപ്പെടുത്തപ്പെട്ട വികാരം, അത് കവിത. A powerful overflow, spontaneous overflow of powerful emotions എന്ന് കവി പറയുന്നിടത്തും അവിടെ ഒരുപാട് നിയന്ത്രണങ്ങളുണ്ട്. ഭാഷയ്ക്ക് താളത്തിന്റെ നിയന്ത്രണമുണ്ട്, സംഗീതത്തിന്റെ നിയന്ത്രണമുണ്ട്, യുക്തിബോധത്തിന്റെ നിയന്ത്രണമുണ്ട്. അങ്ങനെ ചിട്ടപ്പെടുത്തപ്പെട്ട സംഗീതാത്മകമായ വികാര പ്രകടനമാണ് കവിത. ഏറ്റവും മനോഹരമായ മനുഷ്യന്റെ കമ്മ്യൂണിക്കേഷൻ സ്കിൽസിൽ അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷൻ മെത്തഡോളജിയിലെ ഏറ്റവും മനോഹരമായ രൂപമാണ് കവിത. ആ കവിതയുടെ ചരിത്രം, മലയാള കവിതയുടെ ചരിത്രം പ്രത്യേകമായി രേഖപ്പെടുത്തപ്പെടുകയാണ് രണ്ടാം ഘട്ടത്തിൽ. മലയാള കാവ്യരത്നാകരം എന്ന പേരിൽ 1962 ഇറങ്ങിയ കേന്ദ്ര സാഹിത്യ അക്കാദമി എല്ലാ സംസ്ഥാന സാഹിത്യ അക്കാദമികൾക്കും ഒരു പ്രത്യേക ഗ്രാന്റ് കൊടുത്ത് മലയാള ഭാഷയ്ക്ക് മാത്രമല്ല ഇന്ത്യൻ ഭാഷകൾക്ക് മുഴുവൻ ഓരോ ഭാഷയിലെയും അതുവരെയുള്ള സാഹിത്യ രംഗത്തെ കവിതകളുടെ ഒരു റെപ്രസെന്റേറ്റീവ് നേച്ചറുള്ള ആന്തോളജി ഇറക്കുകയുണ്ടായി 1962. ഏറ്റവും പ്രധാനപ്പെട്ട, ഏറ്റവും മനോഹരവും സുവ്യക്തവുമായിട്ട് ആ പ്രാതിനിധ്യ സ്വഭാവത്തില് മലയാള കവിതയെ അടയാളപ്പെടുത്തി പെറുക്കിയെടുത്ത് പ്രസന്റ് ചെയ്തത് ചൂരനാട് കുഞ്ഞൻപിള്ള സാറാണ്. മലയാള കാവ്യരത്നാകരത്തിന്റെ രണ്ടാം എഡിഷൻ 2000 ഇറക്കിയപ്പോ അതില് വ്യക്തമായിട്ട് പറയുന്നുണ്ട് മലയാള കവിതയുടെ ചരിത്രത്തെക്കുറിച്ച്. 12ാം നൂറ്റാണ്ടിലുണ്ടായ രാമചരിതമാണ് ശരിക്കും തമിഴ് പാരമ്പര്യവും ഒട്ടൊക്കെ സംസ്കൃതത്തിന്റെ ഒരു സ്വാധീനവും എല്ലാം കലർന്ന രാമചരിതത്തെയാണ് ആദ്യ കവിത സമാഹാരമായോ ആദ്യ കാവ്യഗ്രന്ഥമായോ കണക്കാക്കുന്നത്. പിന്നീട് അതിന്റെ വളർച്ച വളരെ വിശദമായിട്ട്
ആ മഹാപണ്ഡിതൻ ഈ ആമുഖത്തിൽ പറയുന്നുണ്ട്. പിന്നീട് രണ്ടാമത് പാട്ടുകൾ ഉണ്ടായി. ആ പാട്ടുകൾക്ക് ശേഷം മണിപ്രവാള ശാഖ ഉണ്ടായി. അതിനുശേഷം നമ്മുടെ മഹാകവി ഭാഷാപിതാവിന്റെ ഒരു കാലഘട്ടം, പിന്നീട് കവിത്രയത്തിന്റെ കാലം, അങ്ങനെ വളരെ വിശദമായ മലയാള ഭാഷയുടെ ചരിത്രം. എത്രയോ പ്രൗഢോജ്വലമായ ഒരു ചരിത്രമാണത്. എത്രയോ മനോഹരമായ ഒരു ആലാപനങ്ങളുടെ ആലേഖനങ്ങളുടെ ചരിത്രമാണ്. ആ ചരിത്രത്തെയാണ് രണ്ടാം ഘട്ടത്തിലെ കവിത, ചരിത്രം, വർത്തമാനം എന്ന ആ ഒരു രണ്ടാമത്തെ ഘട്ടത്തിലെ സെക്കൻഡ് ഫേസിൽ പൂർത്തീകരിക്കാൻ ശ്രമിക്കുന്നത്. മൂന്നാമത് ഗദ്യസാഹിത്യം. വിപുലമാണ് ഗദ്യസാഹിത്യത്തിലെ ശാഖകൾ. നാടകം, നാടകാന്തം, കവിത്വം. കവിത്വത്തിന്റെ അങ്ങേറ്റമാണ് നാടകം എന്നാണ് വയ്പ്. അതുപോലെ നോവൽ, നൊവല്ല എന്ന വാക്കിൽ നിന്നുണ്ടായ നോവൽ എന്ന നീണ്ട കഥ, എല്ലാ സത്യവും സ്വാംശീകരിക്കുന്ന കുഞ്ഞൻ കഥ, ചെറുകഥ. സ്മോൾ ഈസ് ബ്യൂട്ടിഫുൾ. പക്ഷെ ആ ചെറിയ കഥാരൂപത്തെ മനോഹരമായിട്ട് ആലേഖനം ചെയ്യണമെങ്കിൽ വലിയൊരു കഴിവ് വേണം കഥാകൃത്തിന്. ചെറുകഥ, അങ്ങനെ എത്ര 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 ഗദ്യശാഖകൾ. ആ ഗദ്യശാഖകളുടെ ഗദ്യസാഹിത്യത്തിന്റെ പഴമയും പുതുമയും നമുക്കറിയാം. പഴയ മലയാളം, ആ മലയാളത്തില് കൂട്ടിച്ചേർക്കപ്പെട്ടത് ആര്യദ്രാവിഡ സംസ്കാരങ്ങളുടെ തൊട്ടുണർത്തലും പാലൂട്ടി വളർത്തലും അത് ഏറ്റുവാങ്ങിയാണ് മലയാള ഭാഷ വളർന്നത്. വിദേശീയ ഭാഷകളെയും സംസ്കാരങ്ങളെയും തരം പോലെ ഉൾക്കൊള്ളുവാനും ധാരാളം ലോൺ വേർഡ്സിനെ സ്വീകരിക്കാനും നമ്മുടെ ഭാഷയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട്. ക്ഷേത്രകലകളും ആചാരങ്ങളും ഒക്കെ അതിന്റെ വളർച്ചയെ സ്വാധീനിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് സാംസ്കാരിക പൈതൃകങ്ങളെ കൃത്യമായിട്ട് ഉൾക്കൊണ്ടുകൊണ്ട് വളരെ വിശാലമായ ഒരു കാഴ്ചപ്പാട് ഭാഷയുടെ വളർച്ചയിൽ സ്വീകരിച്ച ഒന്നാണ് മലയാള ഭാഷ. കൊടുക്കലും വാങ്ങലും നിന്നു പോകുമ്പോൾ നമുക്കറിയാം ഭാഷ മൃതഭാഷയാകും. ആ കൊടുക്കൽ വാങ്ങലുകളുടെ സമൃദ്ധി കൊണ്ട് സമ്പന്നമായിക്കൊണ്ടിരിക്കുന്ന മലയാള ഭാഷയുടെ പഴമയും പുതുമയുമാണ് മൂന്നാം ഘട്ടത്തില് ഈ മ്യൂസിയത്തില് നമ്മൾ ദൃശ്യവൽക്കരിക്കാൻ ശ്രമിക്കുന്നത്. വൈജ്ഞാനിക സാഹിത്യം, വിവർത്തനം, അറിവിന്റെ മേഖലകൾ, അതാണ് മൂന്നാം ഘട്ടം. ഏതൊന്നിന്റെയും അതിന്റെ സത്യത്തിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ, അതിന്റെ വ്യക്തതകളിലേക്ക് സൂക്ഷ്മദർശനം നടത്തുമ്പോൾ ഉരുത്തിരിയുന്ന സിദ്ധാന്തങ്ങളെ തരംതിരിച്ച് വ്യവഹരിക്കുന്നതാണ് ശാസ്ത്രം. ആ ശാസ്ത്രം രണ്ടായിട്ട് പ്രധാനമായും തിരിക്കപ്പെടുന്നു: ആധ്യാത്മിക ശാസ്ത്രവും ഭൗതിക ശാസ്ത്രവും. ഈ രണ്ട് ശാസ്ത്രശാഖയിലും ധാരാളം എഴുത്തുകൾ ഉണ്ടാകുന്നു, ധാരാളം രേഖപ്പെടുത്തലുകൾ ഉണ്ടാകുന്നു. നിരൂപണം ഉൾപ്പെടെ അത്തരത്തിലുള്ള വിശകലനങ്ങളുടെ ശാസ്ത്രശാഖയിൽ തന്നെ പെടുത്താവുന്ന രൂപഭാവങ്ങൾ തന്നെയാണ്. ആ വിസ്തൃതമായ വൈജ്ഞാനിക സാഹിത്യത്തെ രേഖപ്പെടുത്താനാണ് നാലാം ഘട്ടത്തില് മ്യൂസിയത്തില് ശ്രമിക്കുന്നത്. ഇതിനോടൊപ്പമുള്ള ലൈബ്രറി കോംപ്ലക്സിൽ ഏറ്റവും അത്യാധുനികമായ ഒരു നല്ല മ്യൂസിയത്തിന് വേണ്ട എല്ലാ സൗകര്യങ്ങളും, ക്ലാസ് റൂമുകളോ, ഓഡിയോ വീഡിയോ സ്റ്റുഡിയോ, ലൈബ്രറി, റീഡിംഗ് റൂം, ഡിജിറ്റൽ ഓഡിയോ ലൈബ്രറി, മൾട്ടിപ്ലക്സ് തിയേറ്റർ, സ്റ്റാഫ് ഏരിയ, ആർക്കൈവൽ രേഖകൾ ശേഖരിച്ചു വയ്ക്കുന്ന സ്ഥലം, കൺസർവേഷൻ യൂണിറ്റ്, അങ്ങനെ നമ്മള് ലോകത്ത് ഒരു നല്ല മ്യൂസിയത്തിൽ പോകുമ്പോൾ എന്തൊക്കെയാണോ നമ്മളെ മോഹിപ്പിക്കുന്നത്, നമ്മളെ ഭ്രമിപ്പിക്കുന്നത്, നമ്മൾക്കില്ലല്ലോ എന്നോർത്ത് നമ്മളെ അസൂയപ്പെടുത്തുന്നത്. ഓണേഴ്സ് പ്രൈഡ് ആൻഡ് നെയ്ബേഴ്സ് എൻവി എന്നാണല്ലോ. നമ്മൾ അങ്ങനെ ആശിച്ചു പോയതൊക്കെ കൂട്ടിവെച്ചുകൊണ്ട് ഒരു ഏറ്റവും മനോഹരമായ ആധുനിക മ്യൂസിയത്തിന് തുടക്കം കുറിക്കുകയാണ് ഇന്ന്. രണ്ടാമത്തെ ഒരു കോമ്പണന്റ് എന്ന് പറയുന്നത്, നമുക്കറിയാം നമ്മുടെ ആത്മാഭിമാനത്തിന്റെ, നമ്മുടെ സ്വകാര്യ അഹങ്കാരങ്ങളായി നിൽക്കുന്ന ഒരുപാട് നേട്ടങ്ങൾ. ആദ്യത്തെ കോളേജ്, ആദ്യത്തെ വർത്തമാനപത്രം, ഏറ്റവും പ്രചാരമുള്ള പത്രം, ആദ്യത്തെ അച്ചുകൂടം, അച്ചടിയെ വളരെ വലിയൊരു ജനകീയ പ്രസ്ഥാനമാക്കി മാറ്റിയ മറ്റൊരു സ്ഥാപനം, അക്ഷര ദേവതയെ തന്നെ പൂജിക്കുന്ന മനോഹരമായ ഒരു സങ്കല്പമുള്ള ക്ഷേത്രം, ഏറ്റവും പഴയ പട്ടയം സൂക്ഷിച്ചിരിക്കുന്ന മറ്റൊരു വലിയ ദേവാലയം, ഒരുപാട് മുസ്ലിം പൈതൃകങ്ങളുടെ, എഴുത്തുകളുടെ ശേഖരങ്ങളുള്ള മുസ്ലിം ദേവാലയങ്ങൾ, അങ്ങനെ പഴയ സെമിനാരി, ഇങ്ങനെ എത്രയോ വലിയ സാംസ്കാരിക പെരുമകളെ ഹൃദയത്തോട് ചേർത്ത് പിടിക്കുന്നവരാണ് നമ്മൾ കോട്ടയംകാർ. ആ
സാംസ്കാരിക പൈതൃകങ്ങളെ തൊട്ടറിഞ്ഞുകൊണ്ട് മനസ്സിലാക്കിക്കൊണ്ട് വിശദമായി മനസ്സിലാക്കിക്കൊണ്ട് ഒരു സാഹിത്യ സഞ്ചാരിക്ക് അതൊരു വിദ്യാർത്ഥിയാവട്ടെ, അതുപോലെ തന്നെ ഒരു സാഹിത്യകുതുകിയായ ഒരു വായനക്കാരനാവട്ടെ, നമ്മുടെ മ്യൂസിയത്തിലെത്തുമ്പോൾ, സാഹിത്യ പ്രവർത്തക സഹകരണ സംഘത്തിന്റെ തിരുമുറ്റത്തെത്തുമ്പോൾ അവരെ ഈ വഴികളിലൂടെ സന്തോഷപൂർവ്വം പിടിച്ചുകൊണ്ടുപോയി അവർക്ക് ആവശ്യമുള്ള അത്യാവശ്യ കാര്യങ്ങൾ, ഭക്ഷണം, വിശ്രമം, ഇതെല്ലാം അതിന്റെ കൂടെ കൂട്ടിച്ചേർത്ത് ഒരു ലെറ്റർ ടൂറിസം സർക്യൂട്ട് കൂടി ഇതിന്റെ 2ാം ഘട്ടമായിട്ട് പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പൊ ഇതിന് ഒരു വലിയ ശ്രദ്ധയും താല്പര്യവും തുടർന്ന് നിൽക്കുന്ന പ്രോത്സാഹനവും എല്ലാം കോട്ടയം പൗരാവലിയുടെ ഭാഗത്തു നിന്ന് വേണം. അഭ്യന്തനായ MLA-യുടെ സാന്നിധ്യത്തിൽ വളരെ സന്തോഷപൂർവ്വം ഈ പ്രോജക്ടിന്റെ വിശദാംശങ്ങൾ അവതരിപ്പിക്കുന്നു. ഇത് തുടർന്ന് പോകുന്നതിനുള്ള സാമ്പത്തികമായ റിസോഴ്സസ് പ്ലാൻ ഫണ്ടിൽ അടുത്ത വർഷങ്ങളിലായിട്ട് ഞങ്ങൾ ഉറപ്പുവരുത്തിയിട്ടുണ്ട്. ആദ്യഘട്ടത്തിന് വേണ്ട തുക ഇപ്പോൾ തന്നെ സാഹിത്യ പ്രവർത്തക സഹകരണ സംഘത്തിന്റെ അക്കൗണ്ടിലേക്ക് നൽകി കഴിഞ്ഞിട്ടുമുണ്ട്. സർക്കാരും ഇത് വളരെ വലിയൊരു മോഹമായിട്ടാണ് ഇതിനെ ഇതുവരെ കാത്തുവെച്ചതും മുന്നോട്ട് വെച്ചതും. ഇത്രയും ഈ പദ്ധതിയെ കുറിച്ച് പറഞ്ഞുകൊണ്ട് ഒരു ചെറിയ കാര്യം, ഒരു സ്വകാര്യം കൂടി, കോട്ടയം എന്റെയും കൂടി നാടാണ്. മറ്റൊരർത്ഥത്തില് വളരെ സന്തോഷത്തോടെ പറഞ്ഞുകൊള്ളട്ടെ, ലെറ്റർ ടൂറിസം സർക്യൂട്ട് എന്ന പ്രോജക്ട് ബഹുമാനായ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ സാർ ഓർക്കുന്നുണ്ടാകും. വിശദാംശങ്ങൾ സഹിതം ഞങ്ങൾ തയ്യാറാക്കി അത് ഒരു ഘട്ടത്തിൽ വളരെ മുന്നോട്ട് പോയതാണ്. പിന്നീട് ടൂറിസം എന്ന ആ ഒരു ഹെഡിൽ നിന്ന് അതിന് ഫണ്ട് അലോട്ട് ചെയ്യാൻ, ടൂറിസം എന്ന ഡെഫിനിഷനുള്ളിൽ അത് പെടുന്നുണ്ടോ എന്നുള്ളൊരു സംശയത്തിൽ വർക്കിംഗ് ഗ്രൂപ്പിൽ അത് വെച്ചിട്ട് അത് ഞങ്ങൾക്ക് ആ ഘട്ടത്തിൽ താല്പര്യപൂർവ്വം മുന്നോട്ട് പോയെങ്കിലും നേടിയെടുക്കാൻ പറ്റാതെ പോയതാണ്. പക്ഷെ അതൊരു ചെറിയ സാങ്കേതികതയിലാണ് ഊന്നി അന്ന് നിന്നത്. അതിനുവേണ്ടി ആഗ്രഹിച്ച് എനിക്ക് അതിനെ ഉപേക്ഷിച്ചിട്ട് ഈ ജില്ലയിൽ നിന്ന് എന്റെ ജോലി അവസാനിപ്പിച്ചു പോയ എനിക്ക് വർഷങ്ങൾക്ക് ശേഷം കാലം കാത്തുവെച്ചൊരു മഹാത്ഭുതം പോലെ ഒരു മ്യൂസിയം കൂടി ഈ നാടിനു വേണ്ടി രൂപകൽപ്പന ചെയ്യുന്ന പ്രക്രിയയിൽ പങ്കാളിയാകാൻ ഈശ്വരൻ തന്ന അവസരത്തെ, അതിന് അവസരം തന്ന കേരള സർക്കാരിന്റെ അഭ്യന്തനായ ടൂറിസം സഹകരണ വകുപ്പ് മന്ത്രി ഞങ്ങൾക്ക് തന്ന ആ ഒരു വലിയ സ്വാതന്ത്ര്യത്തെ എല്ലാം ഞാൻ എന്റെ വ്യക്തിപരമായ ഒരു വലിയ കൃതജ്ഞതയുടെ തലത്തിൽ നിന്നുകൊണ്ട് അനുസ്മരിക്കുന്നു. സാഹിത്യ പ്രവർത്തക സഹകരണ സംഘത്തിന്, കോട്ടയത്തെ പ്രബുദ്ധരായ ജനങ്ങൾക്ക്, ഒരുപാട് സാംസ്കാരിക ശക്തികൾ ഉറങ്ങുന്ന ഈ നാടിന് ഈ മ്യൂസിയവും അതോടൊപ്പം തുടങ്ങി വയ്ക്കുന്ന സാംസ്കാരിക സാഹിത്യ തീർത്ഥയാത്രയും ഒരു വലിയ മുതൽക്കൂട്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. നമസ്കാരം.